നസ്കർ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിന് കാരണം വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പുറത്തു വരുന്നത് വരെ ആരാണ് കുഞ്ഞികൃഷ്ണൻ എന്നതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ല എന്നതാണ്. CPIM ഒരുപാട് നേതാക്കളെ നമുക്കറിയാം. അത്രയും പ്രാധാന്യം കുഞ്ഞികൃഷ്ണനില്ല. മാത്രമല്ല, കുഞ്ഞികൃഷ്ണനെ പോലെ ജില്ലാ കമ്മിറ്റിയിലുള്ള ഏരിയ സെക്രട്ടറിമാരായ നിരവധി നേതാക്കൾ ഈ കാലയളവിൽ CPIM വിട്ടു പോയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള പ്രാധാന്യം കുഞ്ഞികൃഷ്ണൻ്റെ പോക്കിന് എന്തേ എന്നതാണ് പൊതുസമൂഹത്തിൻ്റെ ധാരണ. എന്നാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, കൊല്ലത്ത് നിന്ന് ഒരു ജില്ലാ കമ്മിറ്റി അംഗം പോകുന്നത് പോലോ, അല്ലെങ്കിൽ കോട്ടയത്തു നിന്ന് റെജി ലൂക്കോസ് പോകുന്നത് പോലോ, അല്ലെങ്കിൽ ഹസ്കർ പോകുന്നത് പോലെയോ അല്ല കുഞ്ഞികൃഷ്ണന്റെ CPIM വിട്ടുള്ള യാത്ര. അത് മനസ്സിലാക്കണമെങ്കിൽ ആരായിരുന്നു TP ചന്ദ്രശേഖരൻ, എന്താണ് ചന്ദ്രശേഖരൻ പാർട്ടി വിടാൻ കാരണം എന്ന് തിരിച്ചറിയണം. വാസ്തവത്തിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമ്പോൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പിറ്റേ ദിവസമാണ് TP ചന്ദ്രശേഖരന്റെ പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അറിയുന്നത്. കാരണം TP ചന്ദ്രശേഖരൻ കുഞ്ഞികൃഷ്ണനെ പോലെ തന്നെ ഒട്ടും പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ല. 18ാമത്തെ വയസ്സിൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയായി SFIയുടെ ദേശീയ കമ്മിറ്റി അംഗമായ TP ചന്ദ്രശേഖരൻ കടുത്ത ആദർശവാദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ ഒട്ടും പോപ്പുലർ ആയിരുന്നില്ല. പക്ഷേ ചന്ദ്രശേഖരനെ ജനങ്ങൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമായിരുന്നു. കാരണം ആദർശശാലിയായ കമ്മ്യൂണിസ്റ്റ് എന്ന അഡ്രസ്സ് തന്നെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്, CPIM പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വരും, ഈ നാട് നന്നാവും, സോഷ്യലിസം വരും എന്ന് വിശ്വസിച്ച് പാർട്ടിയെ അന്ധമായി വിശ്വസിച്ച് ജീവിക്കുന്ന സത്യസന്ധരാണ്. അഴിമതി നടത്താത്ത, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരാണ് CPIM അണികളിൽ ഭൂരിഭാഗവും. അവരുടെ അജ്ഞതയെ, വിവരക്കേടിനെ, അറിവില്ലായ്മയെ ഓട്ടയിട്ട് അടച്ചാണ് CPIM മുമ്പോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടി എന്താണെന്ന്, നേതാക്കന്മാർ എന്താണെന്നും ഈ അണികൾ അറിയുന്നില്ല. അങ്ങനെ ഏതെങ്കിലും അണികൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു പ്രാദേശിക നേതാവ് അത് മനസ്സിലാക്കി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്ന് അണികൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ CPIM അസ്വസ്ഥമാകും. കാരണം CPIM എന്ന പാർട്ടി അധികാരത്തിനും പണത്തിനും അഴിമതിക്കും വർഗീയ പ്രീണനത്തിനും വശംവദരായി ഒരു പറ്റം നേതാക്കളുടെ കൈകളിൽ ഞെരിഞ്ഞമരുന്നത് തിരിച്ചറിയാത്ത അണികൾ അത് ഒരിക്കലും തിരിച്ചറിയരുതേ എന്ന വാശി ഈ നേതാക്കൾക്കുണ്ട്. അതിന് ശ്രമിക്കുന്നവരെ അവർ വെറുതെ വിടില്ല. TP ചന്ദ്രശേഖരന് സംഭവിച്ചത് അതായിരുന്നു. പിണറായിയുടെ നേതൃത്വത്തിൽ CPIM നശിച്ചു പോയപ്പോൾ, അതിന് നയവ്യതിയാനം സംഭവിച്ചപ്പോൾ മനം നൊന്ത് പാർട്ടി നേതൃത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആളായിരുന്നു TP ചന്ദ്രശേഖരൻ. TPയുടെ മാതൃക VS അച്യുതാനന്ദനായിരുന്നു. VS എന്ന വലിയ കമ്മ്യൂണിസ്റ്റിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് TP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു. എന്നാൽ VSന് പോലും ആ വിപ്ലവത്തിൽ TPക്കൊപ്പം നിൽക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കും ശക്തനായി കഴിഞ്ഞിരുന്നു പിണറായി വിജയനും പിണറായിസ്റ്റ് CPIM-ഉം. ഓർക്കണം, അക്കാലത്ത് ഒഞ്ചിയം എന്ന് പറയുന്നത് CPIM-ന്റെ കോട്ടയാണ്. CPIM അല്ലാതെ ആർക്കും ഒഞ്ചിയത്ത് ഭരണമില്ല. കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ആർക്കും അവിടെ ഒരു രാഷ്ട്രീയമേ ഇല്ല. അത്തരമൊരു സ്ഥലത്താണ് സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് TP ചന്ദ്രശേഖരനും കൂട്ടരും ഇറങ്ങിച്ചെന്നത്, നിർഭയം പാർട്ടിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഒടുവിൽ 2008 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്ത് CPIM വഴിയാധാരമാകുന്നു. TP ചന്ദ്രശേഖരനും വേണുവുമൊക്കെ രൂപീകരിച്ച RMP ഭരണം പിടിക്കുന്നു. ഇതോടുകൂടി CPIM ഞെട്ടിവിറയ്ക്കുന്നു. ഇതിനെ അനുവദിച്ചാൽ ഈ ഒഞ്ചിയത്തെ കൊടുങ്കാറ്റ് CPIM-ലേക്ക് പടരുമെന്നും പാർട്ടി അടിയെ പോകുമെന്നും അവർ മനസ്സിലാക്കുന്നു. അവരുടെ മുമ്പിലുള്ള ഏക വഴി ഈ കൊടുങ്കാറ്റ് അവസാനിപ്പിക്കാൻ TPയെ തട്ടിക്കളയുക എന്നതാണ്. കൂട്ടത്തിലേറ്റവും തൻ്റെടവും നെഞ്ചുറപ്പുമുള്ള നേതാവ് എന്ന നിലയിലാണ് TPയെ വകവരുത്താൻ അവർ തെരഞ്ഞെടുത്തത്. അവരുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് പിൽക്കാല ചരിത്രം പഠിപ്പിക്കുന്നു. ഒഞ്ചിയത്ത് മാത്രം ഒതുങ്ങി നിന്നു TP കൊണ്ടുവന്ന വിപ്ലവം. ഒഞ്ചിയത്ത് ഇതുവരെ CPIM-ന് തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒഞ്ചിയം ഭരണം CPIM വിരുദ്ധർക്കാണ്. TPയുടെ ഭാര്യ KK രമയെ അവർ നിയമസഭയിലെത്തിച്ചു. പക്ഷേ കൊടുങ്കാറ്റ് ഒഞ്ചിയത്ത് മാത്രം അസ്തമിച്ചു എന്നതാണ് CPIM-ന്റെ നേട്ടം. കൃത്യമായി അവർ UDF അധികാരത്തിൽ വന്നപ്പോൾ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. 2012 മെയ്യിൽ TP ചന്ദ്രശേഖരനെ നിർദ്ദയം അവർ വെട്ടിവീഴ്ത്തിയപ്പോൾ, പക തീർക്കാൻ വേണ്ടി 51 തവണ ശരീരത്തിൽ വെട്ടിമുറിവേൽപ്പിച്ചപ്പോൾ അവർക്കറിയാമായിരുന്നു ആ കൊടുങ്കാറ്റ് അവിടെ അവസാനിക്കുമെന്ന്. ചന്ദ്രശേഖരനെ പോലെ പാർട്ടിയെ നന്നാക്കാൻ നീതിബോധമുള്ള അണികൾ രംഗത്ത് വരില്ലെന്ന്, പ്രാദേശിക നേതാക്കൾ പേടിച്ച് വീട്ടിലിരിക്കുമെന്ന്. അതുകൊണ്ട് എന്തുണ്ടായി? അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തി. ആ അധികാരം 10 വർഷം വരെ നീണ്ടുപോയി. അതുകൊണ്ട് തന്നെ CPIM-നെ കണക്കുകൂട്ടൽ TPയെ കൊന്നത് ലാഭകരമായിരുന്നു. ആ രക്തത്തിന്റെ ഫലമാണ് ഇപ്പോൾ 10 വർഷമായി നാട് ഭരിക്കുന്ന CPM സർക്കാർ.
അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് പാർട്ടി വീണ്ടും നീങ്ങുന്നത്. ടി പി ചന്ദ്രശേഖരൻ ചെയ്ത കുറ്റകൃത്യം എന്താണോ അതേ കുറ്റകൃത്യം തന്നെയാണ് പാർട്ടിയോടെ വി കുഞ്ഞികൃഷ്ണനും ചെയ്യുന്നത്. ടി പി അക്കാലത്ത് ആരും അറിയപ്പെടാത്ത നേതാവായിരുന്നത് പോലെ തന്നെ വി കുഞ്ഞികൃഷ്ണനും ഇക്കാലത്ത് ഒട്ടും അറിയപ്പെടുന്ന നേതാവല്ല. ഏഷ്യാനെറ്റിൽ വിനു വി ജോണിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മാത്രമാണ് ആരാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് കേരളം അറിയുന്നത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്നതിനപ്പുറത്തേക്ക് ഒട്ടും പ്രാധാന്യമില്ല. എന്നാൽ കണ്ണൂരിലെ അടിമകളായി CPM-കാരുടെ കണ്ണു തുറക്കുന്ന വിധത്തിൽ രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചു മാറ്റുന്ന CPM അഴിമതിയിലേക്കും ധാർഷ്ട്യത്തിലേക്കും വൃത്തികേടുകളിലേക്കും നടന്നു നീങ്ങാൻ കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ തുറന്നുവിട്ടിരിക്കുന്ന ഭൂതം CPM അണികളെ ബാധിക്കുമെന്നും പാർട്ടിയുടെ അടിത്തറ തന്നെ തോണ്ടുന്ന തരത്തിലേക്ക് ഒഞ്ചിയത്തെ പോലെ മറ്റൊരു കൊടുങ്കാറ്റായി മാറുമെന്നും CPM ഭയക്കുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അക്കാലത്ത് ഒഞ്ചിയം എന്തായിരുന്നു CPM-നെ, അതുപോലെ തന്നെയാണ് പയ്യന്നൂർ CPM-നെ. പയ്യന്നൂരിന്റെ ചരിത്രത്തിൽ CPM തോൽവി അറിഞ്ഞിട്ടേയില്ല. പയ്യന്നൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ആരാണെങ്കിലും 2/3 വോട്ടുകൾ നേടിയാണ് വിജയിക്കുന്നത്. 1952 കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് KP ഗോപാലൻ മത്സരിച്ചപ്പോൾ അന്ന് CPM-ലെ CPI ആണെന്ന് ഓർക്കണം. 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPI ജയിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരിക്കൽ പോലും CPM അവിടെ തോൽവി അറിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 49,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് TI മധുസൂദനൻ എന്ന CPM നേതാവ് ജയിക്കുന്നത്. കേരളത്തിലെ പോളിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് TI മധുസൂദനനായിരുന്നു. ഭൂരിപക്ഷം ശൈലജ ടീച്ചറിനായിരുന്നു കൂടുതലെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം കിട്ടിയത് മധുസൂദനനാണ്. അങ്ങനെയുള്ള മധുസൂദനെതിരെയാണ്, പാർട്ടിക്കെതിരെയാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ CPM-ന്റെ കോട്ടയിൽ ഇരുന്നു കൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വെച്ച് പൊറപ്പിച്ചാൽ ഈ കൊടുങ്കാറ്റ് പയ്യന്നൂർ കടന്ന് പാർട്ടിയുടെ മറ്റിടങ്ങളിലേക്ക് പോകുമെന്ന് CPM ഭയക്കുന്നു. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണന് മുമ്പിൽ മരണം മാത്രമാണ് ബാക്കിയുള്ളത്. കുഞ്ഞികൃഷ്ണനെ ഇല്ലാതാക്കാൻ CPIM ഔദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പത്രസമ്മേളനം നടത്തി കർശന ഭാഷയിൽ താക്കീത് കൊടുത്തത്. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കുകൾ പുറത്തുവിടാൻ മനസ്സില്ല എന്നാണ് രാഗേഷ് പറഞ്ഞത്. കുഞ്ഞികൃഷ്ണനെ വീടിന് മുമ്പിൽ പടക്കമെറിഞ്ഞു. കുഞ്ഞികൃഷ്ണൻ പോകുന്നിടത്തെല്ലാം CPM നേതാക്കൾ ആക്രമിക്കാനെത്തുന്നു. കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നവരുടെ വാഹനം കത്തിക്കുന്നു. അങ്ങനെ കുഞ്ഞികൃഷ്ണനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പണ്ട് MV രാഘവനോടും പിന്നീട് TP-യോടും ചെയ്ത അതേ വൃത്തികേടുകൾ CPM ആരംഭിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് കുഞ്ഞികൃഷ്ണൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ പുസ്തക പ്രസാധനത്തിന് പോലീസ് സംരക്ഷണം വേണമെന്നാണ്. ഈ വരുന്ന ഫെബ്രുവരി 4-നാണ് പയ്യന്നൂർ ഗാന്ധി സ്ക്വയറിൽ വെച്ച് കുഞ്ഞികൃഷ്ണൻ CPM-നെതിരെ എഴുതിയിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തകം പുറത്തു വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് CPIM. പുറത്തു വന്നാൽ വലിയ ക്ഷീണമുണ്ടാക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ കുഞ്ഞികൃഷ്ണനെ തട്ടിക്കളയണം എന്ന് വാദിക്കുന്നവരുണ്ട്. വേണ്ട, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറയുന്നവർക്കാണ് കൂടുതൽ ശക്തി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം കൂടി പുറത്തു വരുന്നതോടെ, അത് ചാനലുകൾ ചർച്ചയാക്കുന്നതോടെ CPM-ന്റെ അടിത്തറ തന്നെ മാന്തുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നും ഈ കൊടുങ്കാറ്റ് പടരാതിരിക്കാൻ കുഞ്ഞികൃഷ്ണനെ വകവരുത്തേണ്ടത് ആവശ്യമാണെന്നും CPM തീരുമാനമെടുത്തു എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പോലും നൽകുന്ന സൂചന. ചുരുക്കി പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 6 മാസം കൂടി പോലും ബാക്കിയുണ്ടാവില്ല കുഞ്ഞികൃഷ്ണൻ എന്ന ആദർശവാദിയായ CPM നേതാവിന്റെ ആയുസ്സേ എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്ന് തീർച്ച. ആ തിരിച്ചറിവിൽ പാർട്ടിയെ തിരുത്താനുള്ള അവസാന ഓട്ടത്തിലാണ് കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണനെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമ്മുടെ മുമ്പിൽ വഴിയൊന്നുമില്ല. കാരണം CPM അങ്ങനെയാണ്. അവരുടെ അടിവേരുമാന്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എത്ര ജീവൻ പോലും പച്ചക്കെടുക്കാൻ അവർക്കൊരു മടിയുമില്ല. അതിനുള്ള പിന്തുണ ആര് ഭരിച്ചാലും CPM ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താനും.